ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ ഗുരു സൂചിപ്പിക്കുന്നത് ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ട് വണങ്ങി അക്ഷമാറി സകലുമഴിഞ്ഞ് അണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റ് മഹസ്സിലാണിടേണം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ. ത്രിഗുണമയം, ത്രിഗുണങ്ങൾ, 3 ഗുണങ്ങളാണ് നമുക്കുള്ളത്. മനുഷ്യന് മാത്രമല്ല, ഇവിടെ ദേവന്മാർക്കായാലും ശരി, പക്ഷിമൃഗാദികൾക്കായാലും ശരി, വൃക്ഷലതാദികൾക്കായാലും ശരി, ഇവിടെ 3 ഗുണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് വ്യക്തികൾ അവൻ്റെ ഭാവി അല്ലെങ്കിൽ അവൻ്റെ കാഴ്ചപ്പാടുകൾ ഒക്കെ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം ഇല്ലാത്ത സമയത്ത് ഇതിനെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഈ 3 ഗുണങ്ങൾ, തമോ ഗുണവും രജോ ഗുണവും സത്വ ഗുണവും നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. മറ്റുള്ള ജീവികൾക്ക് ഇങ്ങനെ ഗുണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് തിരിച്ചറിവില്ല. മനുഷ്യൻ്റെ അല്ലെങ്കിൽ മഹർഷിമാരുടെ നിരീക്ഷണത്തിൽ നിന്നും മനുഷ്യന് മാത്രമാണ് ഇങ്ങനെയുള്ള വിവേചനം ഒക്കെ അറിയാൻ പറ്റുന്നുള്ളൂ. ബുദ്ധി ആ രീതിയിൽ വികസിച്ചിരിക്കുന്നത് മനുഷ്യന് മാത്രമാണെന്നാണ് പറയുന്നത്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ തലത്തിൽ അത് ഉണ്ടെങ്കിലും അവർക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ ആ രീതിയിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. മനുഷ്യൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം, അവന് ഈ 3 ഗുണങ്ങളും ഉണ്ട്. പക്ഷേ ഈ 3 ഗുണങ്ങളിൽ ചിലത് കൂടിയിരിക്കും, ചിലത് കുറഞ്ഞിരിക്കും, ഇത്രയേ ഉള്ളൂ. ഇപ്പം തമോ ഗുണം എന്നുള്ളത് എല്ലാവരിലും ഉള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് തമോ ഗുണമാണ് എങ്കിൽ രജോ ഗുണവും സത്വ ഗുണവും അവനിൽ പ്രകാശിക്കുന്നുണ്ടാവില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അത് നമ്മളുടെ മറ്റുള്ള ദൈനംദിന പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. രജോ ഗുണവും അങ്ങനെ തന്നെയാണ്, സത്വ ഗുണവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ 3 ഗുണങ്ങൾ നമ്മുടെ സ്വഭാവത്തെ അതിസൂക്ഷ്മമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് മഹർഷിമാർ പറയുന്നുണ്ട്. ഇതിനെ ഈ 3 ഗുണങ്ങളെയും നമ്മൾ എന്തു ചെയ്യണം? ഈ തിരുനീറണിഞ്ഞൊരീശന് അകമലരിട്ട് വണങ്ങി അക്ഷമാറി. അപ്പോൾ ഈ തിരുനീറണിഞ്ഞൊരീശൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശിവനാണ്. ഭസ്മമൊക്കെ പൂശി നടക്കുന്ന ശ്മശാനവാസിയായ വിരക്തനായ ഒരു രൂപം നമ്മളിലേക്ക് വരും. പക്ഷേ ഇവിടെ ഈ 3 ഗുണങ്ങളെയും എരിച്ചു കളഞ്ഞിട്ട്, കാരണം എല്ലാം അഗ്നിക്കിരയായി കഴിഞ്ഞാൽ പിന്നെ ഭസ്മം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ഈ ലോകത്തിൻ്റെ ആ രീതിയിലുള്ള എല്ലാത്തിനെയും, എല്ലാ ഗുണങ്ങളെയും എരിച്ച് അതിനെ ഭസ്മമായിട്ട് ധരിച്ചിട്ടുള്ള ആരോ, അയാൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വേദാന്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അത് ജ്ഞാനിയായിട്ടുള്ള ഗുരുവാണ്. ആ ഗുരുവിന് മാത്രമേ ഈ ഗുണങ്ങളെ ഈ രീതിയിൽ എരിച്ച് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് അത് പറ്റില്ല. കാരണം അവർക്ക് വീണ്ടും ജനനവും മരണവും ഉണ്ട് എന്നുള്ളതാണ് ഉപനിഷത്ത് പറയുന്നതും നമ്മളുടെ ഒരു കോമൺ സെൻസ് നമുക്ക് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു.
കാരണം അത്രമാത്രം ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു ഗുണങ്ങൾ ഇവിടെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ, ഉത്തമനായിട്ടുള്ളൊരു ഗുരുവിൻ്റെ തലമെന്ന് പറയുന്നത് ഈ ഗുണങ്ങളെയെല്ലാം എരിച്ച് അത് നെറ്റിയിൽ പൂശുക. അതൊരു സിമ്പൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പരിപൂർണമായി കുമ്പിടണം, ആശ്രയിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോഴെന്ത് സംഭവിക്കും? ഇത് കേവലത്തിൻ മഹിമയും മറ്റു മഹസ്സിലാണ്. അങ്ങനെ വരുമ്പോൾ സകലം അണിഞ്ഞ് ഇതിനെല്ലാത്തിനെയും ഒഴിച്ച് നമുക്കിതിനെല്ലാത്തിനെയും ഇല്ലാതാക്കി അത് ജ്ഞാനത്തിൻ്റെ ഈ 3 ഗുണങ്ങളെയും എരിച്ചു കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സകലതും അഴിഞ്ഞ് അതിനെല്ലാത്തിനെയും ഇല്ലാതാക്കി തണിഞ്ഞ് കേവലത്തിൻ മഹിമയിൽ നമുക്ക് ആ ഒരു മഹിമയുമറ്റ് മഹസ്സിൽ ആണ്ടിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സൂക്ഷ്മമായിട്ടുള്ള അഹങ്കാരത്തെ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് കേവലത്തിൻ മഹിമയുമറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പൂർണ്ണമായിട്ട് ആ ഒരു പരമ്പൊരുളായിട്ട് ജ്ഞാനം മാത്രമായിട്ട് ആണ് നമ്മുടെ ഈ അഹത്തിൻ്റെ ഈ ഞാനെന്ന അല്ലെങ്കിൽ ഈ നമ്മളിൽ ഭാസിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ സ്വരൂപം തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗുണങ്ങളെല്ലാം നമ്മൾ ജ്ഞാനം കൊണ്ട് തന്നെ എരിച്ച് കളയണം. നമ്മൾ രാമകൃഷ്ണ ദേവൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്ത്? തോതാപുരി രാമകൃഷ്ണൻ ഉപദേശിക്കുമ്പോൾ നീ ജ്ഞാനമാകുന്ന ഖഡ്ഗം ഉപയോഗിച്ച് കാളിയെ കീറിമുറിച്ച് പോകണം എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഈ ജ്ഞാനം ഉപയോഗിച്ച് ഇതിനെല്ലാം ചാമ്പലാക്കണം. കാരണം പിന്നീട് അത് വളർന്നു വരാനായിട്ട് അവസരം കൊടുക്കരുതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.